നമസ്കാരം. കേരളം മുന്നോട്ടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ആദ്യം തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ താലൂക്കിലെ അന്തിക്കാട്, അവിണിശ്ശേരി, ചാഴൂർ ചേർപ്പ്, പാറളം, താന്യം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചാവക്കാട് താലൂക്കിലെ നാട്ടിക, വല്ലപ്പാട്, തളിക്കുളം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് നാട്ടിക നിയമസഭാ മണ്ഡലം. താഴെത്തട്ടിലുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. തീരദേശ മേഖല ഉൾപ്പെടുന്ന നിയോജക മണ്ഡലമാണ് നാട്ടിക. ശുദ്ധജലക്ഷാമമാണ് മണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നാൽ കിഫ്ബിയുടെ വരവോടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസന മുന്നേറ്റത്തിലാണ് മണ്ഡലം. കുടിവെള്ള പദ്ധതികളും വിദ്യാഭ്യാസ പദ്ധതികളും ഉൾപ്പെടെ നാട്ടികയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന പദ്ധതികൾക്കാണ് കിഫ്ബി വഴി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത്. 166 കോടി 46 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ. നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം കിഫ്ബി പദ്ധതിയിലൂടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലഭിച്ച ഫണ്ടാണ് 167 കോടി 46 ലക്ഷം രൂപയാണ് ഇന്ന് സർക്കാർ ഈ മണ്ഡലത്തിന് അനുവദിച്ചു തന്നിട്ടുള്ള കിഫ്ബി പദ്ധതി. കാലങ്ങളായി നാട്ടികയിലെ തീരദേശ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കുടിവെള്ളക്ഷാമം. കിഫ്ബിയിലൂടെ ആരംഭിച്ച പുതിയ കുടിവെള്ള പദ്ധതികൾ പൂർണ്ണതയിലെത്തുമ്പോൾ ഒരു നാടിന്റെ ശുദ്ധജലക്ഷാമം എന്നേക്കുമായി പരിഹരിക്കപ്പെടും. താന്യം, അന്തിക്കാട്, ചാഴൂർ കുടിവെള്ള പദ്ധതി സമഗ്രമായി കിഫ്ബിയിലൂടെ 34 കോടി രൂപ നൽകിക്കൊണ്ട് ഭരണാനുമതിയും ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് വർക്ക് അവാർഡ് ചെയ്തുകൊണ്ട് നിർമ്മാണ പ്രവൃത്തി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സാർ നിർവഹിച്ചുകൊണ്ട് ചിറക്കൽ പ്ലാന്റിൽ നിന്ന് പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തുടർന്ന് നാട്യ ഫർക്ക കുടിവെള്ള പദ്ധതി 89 കോടിയാണ് നാട്യ കുടിവെള്ള പദ്ധതി കിഫ്ബിയിലൂടെ സർക്കാർ വിഭാവനം ചെയ്യാൻ പോകുന്നത്. ഏകദേശം വെള്ളാനിയിലുള്ള ഇപ്പോഴത്തെ പ്ലാന്റിനെ അഡീഷണൽ പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന കുടിവെള്ളത്തിന്റെ സ്രോതസ് ഇരട്ടിയാക്കിക്കൊണ്ട് ഈ തീരദേശത്തെ കാലഹരണപ്പെട്ട പ്രിമോ പൈപ്പുകൾ മാറ്റിക്കൊണ്ട് പുതിയ DI പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് വെള്ളാനി പ്ലാന്റിൽ നിന്ന് ചേറ്റുവ, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ മേഖലയിലേക്ക് 10 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം സമഗ്രമായി 24 മണിക്കൂർ ലഭ്യമാവുന്ന പദ്ധതിയാണ് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി.
123 കോടി രൂപയുടെ 2 കുടിവെള്ള പദ്ധതികൾ. താന്യം, അന്തിക്കാട്, ചാഴൂർ എന്നീ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുടിവെള്ള പദ്ധതിക്കായി 34 കോടി രൂപ. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. 6 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരിക. അതിനിടയിൽ കറണ്ട് പോയാൽ, മോട്ടർ കേടായാൽ പിന്നെ വരുന്നത് 12ാമത്തെ ദിവസമാണ് വരിക. കാരണം 6 ഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് വെള്ളം വരാറ്. ഇപ്പോൾ ഈ പദ്ധതി വരുമ്പോൾ ഈ 34 കോടിയുടെ MLAയുടെ ഇടപെടലിൻ്റെ ഭാഗമായി 34 കോടിയുടെ കിഫ്ബി പദ്ധതി വരുമ്പോൾ എല്ലാ ദിവസവും വെള്ളം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി പറയുന്നത്. അത് എല്ലാ ദിവസവും ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം വന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി തന്നെയാണ്. ഞങ്ങളെ എല്ലാ വാർഡിനും 15 വാർഡിനും ഒരേപോലെ ഗുണം ചെയ്യുന്നൊരു പദ്ധതിയാണ്. നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയും കിഫ്ബി വഴി വികസന കുതിപ്പിലാണ്. 5 കോടി ചെലവഴിച്ച ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വിദ്യാലയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം. വിദ്യാഭ്യാസ മേഖലയിലെ വികസന സ്വപ്നങ്ങളുടെ ആവിഷ്കാരമാണ് നാട്ടിക ഫിഷറീസ് സ്കൂളിലെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടം. നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുത്ത ഈ വിദ്യാലയത്തിന്റെ നവീകരണത്തിനായി ചെലവഴിച്ചതാകട്ടെ 3,71 ലക്ഷം രൂപ. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം ഒക്ടോബർ ആദ്യവാരം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. നാട്ടിക തീരദേശ മേഖലയിലെ ഏക സ്കൂളാണ് ഫിഷറീസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെയും 3 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് ഈ ഒക്ടോബർ മാസം 3-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാധനായ പ്രിയപ്പെട്ട പിണറായി വിജയൻ സാർ നാടിനെ സമർപ്പിക്കുകയാണ്. ഒക്ടോബർ 3-ന് ഫിഷറീസ് ഗവൺമെൻറ് സ്കൂൾ. തീരദേശ മേഖലയിലുള്ള ഈ സ്കൂളിന് ഇങ്ങനെയൊരു കെട്ടിടം, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇങ്ങനെയൊരു കെട്ടിടം ലഭിക്കുക എന്നത് അവരുടെ ഈ നാടിൻ്റെ പുരോഗതിക്കും ഓരോരുത്തരുടെയും പഠന പുരോഗതിക്കും ഉതകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനനുസരിച്ച് ഉള്ളൊരു കെട്ടിടം തന്നെയാണ് കിഫ്ബി ഫണ്ട് വഴി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ, 5 കോടി രൂപ ചെലവിൽ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്ന ചേർപ്പ് GVHS സ്കൂൾ എന്നിവയും മണ്ഡലത്തിലെ വികസന മുന്നേറ്റത്തിന്റെ സാക്ഷ്യമാണ്. നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിങ്ങോട്ടുകര സ്കൂൾ, വലപ്പാട് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി 1 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സ്കൂൾ കെട്ടിടം തന്നെ 5 കോടി അനുവദിച്ചുകൊണ്ടാണ് കിഫ്ബി പദ്ധതിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ജാനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി ഈ സ്കൂൾ കെട്ടിടം 5 കോടിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നമുക്ക് നാടിനെ സമർപ്പിക്കാൻ പറ്റും. കിഫ്ബിയുടെ ഈ പദ്ധതി വന്നതിന് ശേഷം സ്കൂളിൻ്റെ വികസന രൂപത്തിൽ എന്ന നിലയിൽ, അല്ലെങ്കിൽ മണ്ഡലത്തിലെ ഏക അന്താരാഷ്ട്ര സ്കൂൾ എന്ന നിലയിൽ തന്നെ പദ്ധതി വളരെ ബൃഹത്തായ രീതിയിൽ വളരെയധികം വേഗത്തിൽ തന്നെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
വിദ്യാഭ്യാസ കുടിവെള്ള പദ്ധതികൾക്ക് പുറമെ കനോലി കനാലിന് കുറുകെയുള്ള തൃപ്രയാർ പാലത്തിന്റെ നവീകരണ പ്രവൃത്തികളും തൃപ്രയാർ സബ് രജിസ്ട്രേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 29,66,00,000 രൂപയുടെ പദ്ധതികൾ. തൃപ്രയാർ പാലം 28 കോടി രൂപയാണ് തൃപ്രയാർ പാലത്തിന് കിഫ്ബി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമുക്ക് അപ്രൂവ് ആയിട്ട്. അത് നിർമ്മാണ പ്രവർത്തിക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ പോലും കിഫ്ബിയിലേക്ക് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൃപ്രയാർ ഒരു സബ് രജിസ്ട്രേഷൻ കെട്ടിടം 1,18,00,000 രൂപ. അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം അതിനൂതനമായ സാങ്കേതികത്വത്തിന്റെ ഉറപ്പോടെ പരിഹരിച്ച് കിഫ്ബിയോടൊപ്പം മുന്നേറുകയാണ് നാട്ടിക. കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇതടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ മണ്ഡലത്തിലെ മുഖച്ഛായ തന്നെ മാറുകയാണ്. അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖല ഉൾപ്പെടുന്ന നിയോജക മണ്ഡലമാണ് പാല. പാലായുടെ ഹൃദയഭാഗത്തിലൂടെയാണ് മധ്യ കേരളത്തിലെ പ്രധാന നദിയായ മീനച്ചിലാർ ഒഴുകുന്നത്. പാല നഗരസഭയും സമീപ പഞ്ചായത്തുകളായ ഭരണങ്ങാനം, കടനാട്, കരൂർ, മീനച്ചിൽ, മേലുകാവ്, മുത്തോലി, രാമപുരം, തലനാട്, മൂന്നിലവ്, തലപ്പലം, എലിക്കുളം എന്നിവ ചേർന്നതാണ് പാലാ നിയോജക മണ്ഡലം. പാലാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കണ്ടറിയാം. പാല നിയമസഭാ മണ്ഡലം വികസനത്തിന്റെ പുതുചരിത്രം സൃഷ്ടിക്കുകയാണ്. കിഫ്ബി പദ്ധതി വഴിയും ലൈഫ് മിഷനും തുടങ്ങി ഒട്ടനവധി സർക്കാരിന്റെ പദ്ധതികൾ വഴി മുക്കിലും മൂലയിലും പാലയിൽ വികസനം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിന്ന് പരിശോധിക്കാം പാലയുടെ വികസനം. കിഫ്ബി കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്. ആ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷമൊക്കെ പുച്ഛിച്ചു തള്ളിയെങ്കിലും ഇപ്പോൾ ആ പ്രതിപക്ഷക്കാർ പോലും രഹസ്യമായി പറയുന്നുണ്ട്
കിഫ്ബി എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. 50,000 കോടി രൂപ ഇവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 54,000 കോടിയായി. ഇനി 2 ലക്ഷം കോടിയുടെ അടുത്ത പ്രോജക്റ്റ് കൊണ്ടുവരുന്നു. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു. ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ദീർഘവീക്ഷണത്തോടുകൂടി മുമ്പോട്ട് പോയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ സർക്കാർ. ഇടിഞ്ഞു പൊളിഞ്ഞതും ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകളോട് വിട പറയുകയാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലാണ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മഹാത്മാവിന്റെ ജന്മദിനത്തിൽ സ്ഥാപിതമായ ഈ വിദ്യാലയമൊക്കെ ചെയ്യുന്ന നാടിന് തന്നെ അഭിമാനമാണ്. എന്നാൽ ഇടക്കാലത്ത് അക്കാദമിക് രംഗത്തും അടിസ്ഥാന സൗകര്യങ്ങളും പിന്നോക്കം പോയ സ്കൂൾ ഇപ്പോൾ കേരളത്തിലെ തന്നെ മികച്ച സ്കൂളായി മാറുകയാണ്. ഞാൻ പാലാ കൗൺസിലറായിരുന്നു 2000 മുതൽ 2005 വരെ. പാലാ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ആരും ഏറ്റവും മോശം വിദ്യാർത്ഥികൾ, ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് മാത്രം പഠിക്കുന്ന ഒരു സ്ഥലം. അവിടെ വിജയ ശതമാനം SLCക്ക് 20% ഉണ്ടായിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, 2001 80% വിജയമായി. പിന്നീട് ആ സ്കൂൾ പാലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായി മാറി. അവിടെ കഴുതൽ യൂസർ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു കെട്ടിടം പണിത് കൊടുത്തു. പിന്നീട് മാണിസാർ അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു ബിൽഡിംഗ് പണിയാനുള്ള സാങ്ഷൻ കൊടുത്തു. ഇപ്പോൾ കിഫ്ബി എന്നുള്ള ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ അനുവദിച്ചതിൽ 4,53,00,000 രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം 44 സ്കൂളുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൂട്ടത്തിൽ ഇതും ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ കിഫ്ബി പദ്ധതി വന്നതുകൊണ്ട് പാലായി കിട്ടിയ മെച്ചം ഒന്ന്, ഈ പാലാ മഹാത്മാഗാന്ധി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽഡിങ്, കിഫ്ബിയിൽ നിന്ന് 5 കോടി രൂപ മുടക്കിയാണ് പുതിയ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ അസൗകര്യങ്ങൾ പൊറുത്തുമുട്ടിയ സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് കിറ്റ്കോയുടെ പ്ലാൻ അനുസരിച്ച് കൈറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. വാപ്കോസ് എന്ന് പറയുന്ന കമ്പനിയും ഇതിൻ്റെ സൂപ്പർവിഷന് നടത്തുകയുണ്ടായി. അപ്പം എന്താണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ, അതായത് സർക്കാർ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നതിന് എല്ലാ സ്കൂളും പുതിയതായിട്ട് നിർമ്മിച്ച് സാധാരണക്കാരായ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുന്നതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഇത് ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഒരു 50 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് നിലവിലുള്ളത്. എല്ലാ സൗകര്യങ്ങളൊന്നുമില്ല, അസൗകര്യങ്ങളൊക്കെ വളരെയധികമുണ്ട്. ഡൈനിങ് ഹാളില്ലായിരുന്നു, അതുപോലെ തന്നെ കിച്ചൺ ആണെങ്കിലും ചെറുതായിരുന്നു, അതുപോലെ ക്ലാസ് മുറികളുമൊക്കെ ടോയ്ലറ്റുകളുമൊക്കെ എന്താണ് പുതിയ രീതിക്ക് അനുസരിച്ചുള്ളവ ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കി പുതിയൊരു സ്കൂള് പാലായിലെ ജനങ്ങൾക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പഴയ സ്കൂളിലാണെങ്കിൽ സൗകര്യമൊക്കെ കുറവായിരുന്നു. ഡൈനിങ് ഹാളൊന്നും ഇല്ലായിരുന്നു, ഗ്രൗണ്ടും ഇല്ലായിരുന്നു, കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഡൈനിങ് ഹാളും നല്ല നല്ല ക്ലാസ് റൂമുകളൊക്കെ ഉണ്ട്. പിന്നെ ഗ്രൗണ്ടും എല്ലാം മെച്ചപ്പെട്ടു വന്നു. അപ്പം അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ പുതിയ സ്കൂളും ഗ്രൗണ്ടും ഒക്കെ വന്നു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയ സ്കൂളിൽ പഠിക്കാൻ പറ്റുമെന്നൊന്നും. ഇത് പണിത് തന്ന സർക്കാരിന് ഒരുപാട് നന്ദി പറയുന്നു.
അവർക്ക് എത്രയും വേഗം മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കെട്ടിട നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കിയത്. പഴയ കാല ഗവൺമെൻറ് സ്കൂളുകളുടെ ഒരു പതിപ്പായിരുന്നു നമ്മുടെ ഈ സ്കൂളും. അപ്പോൾ ഈ സർക്കാർ വന്നപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ കെട്ടിടം ഇവിടെ ഉയർന്നു വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഞങ്ങളുടെ സ്വപ്ന തുല്യമായ ഒരു വലിയ ഒരു ഞങ്ങളുടെ സ്വപ്നം തന്നെയാണ് ഇവിടെ പൂവണിഞ്ഞത്. ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ടോ ഭക്ഷണം കഴിക്കാൻ ഒരു നല്ല ഹോളോ ഇല്ലായിരുന്നു. മഴ പെയ്യുമ്പോൾ വരാന്തയിലിരുന്നാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു കെട്ടിടം ഇവിടെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ കെട്ടിടം ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഈ കെട്ടിടം പണിതു തന്നതിന്. സ്വകാര്യ മേഖലയിൽ കിടപിടിക്കുന്ന തരത്തിൽ മഹാത്മാഗാന്ധി സ്കൂളിന്റെ നിലവാരമേറുന്നതിൽ രക്ഷിതാക്കൾക്കും വലിയ സന്തോഷമാണ്. സമയത്ത് നല്ല ബാത്റൂമും പിന്നെ ഗ്രൗണ്ടും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നല്ല ഹൈടെക് ക്ലാസ് റൂമൊക്കെ ആയി. അപ്പോൾ അതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെഡ് മിസ്ട്രസ് അഹോരാത്രം പരിശ്രമിച്ചു. പുള്ളി HMൻ്റെ പരിശ്രമം നന്നായിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി സ്കൂൾ അവസാനിക്കുന്നില്ല. പാലാ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ മുടക്കി പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ പനമറ്റത്തൊരു 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി പുതിയ ബിൽഡിംഗ് പണി. അത് കഴിഞ്ഞ ദിവസം ഞാൻ തറക്കല്ലിട്ടായിരുന്നു. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ 5 കോടി, 3 കോടി, 1 കോടി അങ്ങനെ 3 പദ്ധതികൾപ്പെടുത്തി 5 കോടിയിൽ 9 സ്കൂളുകളും 3 കോടിയിൽ 4 സ്കൂളുകളും 1 കോടിയിൽ 18 സ്കൂളുകളുമാണ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2017 ഏപ്രിൽ ആണ് പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി 41 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചത്. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അതിൻ്റെ കോൺട്രാക്റ്റ് താമസിക്കുകയും എന്നാൽ മാണി സി കാപ്പൻ MLA ആയ ശേഷം ആ ഫണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണിയുടെ തുടക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2017 ഇതിന് തുടക്കമായെങ്കിലും ഈ കിഫ്ബിയിലേക്ക് ഫണ്ടിങ് നടത്തിയതിനു ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനവും ഉദ്ഘാടനവും നടത്താൻ കഴിഞ്ഞത്. ഇതിനോടകം തന്നെ അക്കാദമിക് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പനമറ്റം സ്കൂളിന് പുതിയ കെട്ടിട സമുച്ചയം പുതുയരങ്ങളിലെത്താൻ സഹായിക്കുമെന്ന് വിദ്യാർത്ഥികളും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പനമറ്റം സ്കൂളിലെ പുത്തൻ കെട്ടിടം വരുന്നതും ഇതിനായിട്ട് നല്ല ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവും. നമ്മുടെ അനിയത്തിമാർക്കും അനിയന്മാർക്കും എല്ലാം നല്ലൊരു പഠനം കിട്ടും. അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും സുഖമായിട്ട് നല്ല പഠനം കിട്ടും. അപ്പോഴത്തേനും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മൾ പഠിച്ച സ്കൂളിൽ ഇങ്ങനെ വലിയ വികസനം നടക്കുന്നതിൽ. കിഫ്ബി പദ്ധതിയിൽ പണിയുന്ന പുതിയ കെട്ടിടം പൂർത്തിയാകുമ്പോൾ അത് ഗ്രാമീണ മേഖലയ്ക്ക് തന്നെ ഉണർവാകും. നമ്മുടെ സ്കൂളിലും പനമറ്റം സ്കൂളിനെ സംബന്ധിച്ചും ഗ്രാമീണ മേഖലയിലുള്ള സ്കൂൾ എന്ന നിലയിൽ നമ്മുടെ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ പ്രത്യേക പദ്ധതിയിൽ പെടുത്തി കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ധാരാളം അനുവദിക്കുകയും പുതിയ കെട്ടിടം 3 കോടിയുടെ കെട്ടിടം അധികം വൈകാതെ തന്നെ പൂർത്തിയാകുകയും ചെയ്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണക്കാരുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇരു സ്കൂളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. പാവപ്പെട്ട കുട്ടികൾക്ക്
മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ ലഭ്യമാകുന്നതിലേറെ സൗകര്യം ലഭ്യമാക്കണം എന്ന ഉദ്ദേശത്തോടെ ദീർഘവീക്ഷണത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് ഇവിടെ ചെയ്തിട്ടുള്ള ഭയങ്കര കാര്യങ്ങളുണ്ട്. 3-4 PHSകൾ SHSC ആയിട്ട് ഉയർത്തി. അതുപോലെ പുതിയ ബിൽഡിങ്ങുകൾ പണിയാനുള്ള പെർമിഷൻസ് വന്നു, സാങ്ഷൻസ് വന്നു. അപ്പോൾ അങ്ങനെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അല്ല, ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റാണിത്. മുത്തോലി ഭരണങ്ങാനം ബൈപ്പാസിനായി 17 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ റോഡ് വീതി കൂട്ടുന്നതും സ്ഥലം ഏറ്റെടുക്കുന്നതിനും BMC ടാറിംഗ് ജോലികളും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. ഇതോടെ പാലാ നഗരത്തിൽ കയറാതെ ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, വാഗമൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഒരു പദ്ധതി പാലായിൽ വരുന്നത് ചേർപ്പുങ്കൽ മുതൽ ഭരണിങ്ങാനം വരെ ഉള്ള ഏരിയയിൽ. അത് ഹൈവേ ഉണ്ട്, പക്ഷേ കുറച്ചപ്പുറത്തായിട്ടൊരു ബൈപ്പാസ് റോഡ് പോലെ അല്ലെങ്കിൽ ഒരു പാരൽ റോഡ് പോലെ വരുമ്പോൾ പാലായിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും. ഏതാണ്ട് 5 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകും. പക്ഷേ ഒരു ഇഷ്യൂ അതിൻ്റെ അകത്തുള്ളൂ. ഒരു 85 കോടി രൂപയുടെ പദ്ധതി അപ്രൂവ് ചെയ്തു, 17 കോടി രൂപ 20% ഓൾറെഡി അനുവദിക്കുകയും ചെയ്തു. ഞാനൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട മന്ത്രി തോമസ് ഐസക്കിനോട് പിണറായി വിജയനോട് വെച്ചിട്ടുണ്ട്. കാരണം പാലായെ സംബന്ധിച്ചിടത്തോളം 16 മീറ്റർ വീതിയിൽ റോഡ് എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതൊരു 10 മീറ്ററായി കിട്ടിയാൽ, പുറത്ത് ഹൈവേ പോകുന്നുണ്ട്, ഈ ഹൈവേയും ഈ റോഡും തമ്മിൽ മാക്സിമം ഒരു 300 മീറ്ററിൻ്റെ അല്ല 400 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ വിഡ്ത്ത്, അല്ല ഇത് തമ്മിലുള്ള അകലം. അപ്പോൾ അത് ആ പ്രപ്പോസൽ അംഗീകരിക്കുകയാണെങ്കിൽ ആ റോഡിൻ്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കില്ല. അക്യൂസേഷനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. കാരണം അടുത്തടുത്ത് വീടുകൾ ഉള്ള സ്ഥലമാണ് പാലായി, ഭരണിങ്ങാനമൊക്കെ, ഈ കടന്നു പോകുന്ന മുത്തോലി പഞ്ചായത്ത് ഉൾപ്പെടെ. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് കിഫ്ബിയുടെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് ഇവിടെ വരുന്നത്, അതായിരിക്കാം. കിഫ്ബി വഴി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മണ്ഡല നിവാസികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പാലയുടെ സ്വന്തം MLA ആയ മാണി സി കാപ്പന് ഇനി ഏറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനാകുമെന്നാണ് പാലാ നിവാസികളുടെ വിശ്വാസം. ഇതോടെ കേരളം മുന്നോട്ടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ദിവസം അടുത്ത 2 മണ്ഡലങ്ങളുടെ കിഫ്ബി വിശേഷങ്ങളുമായി കാണുന്നതുവരെ നമസ്കാരം.